നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അറേൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് സ്റ്റാക്കിനെ എങ്ങനെ അറേ ഉപയോഗിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ നമുക്കൊരു സ്റ്റാക്കിനെ ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുഷും പോപ്പും നോക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പുഷാണ്, എങ്ങനെ പുഷ് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ പുഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ടോപ്പ് വഴി മാത്രമേ നമുക്ക് പുഷും പോപ്പും പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ, ടോപ്പ് വഴി മാത്രം. അപ്പോൾ ഹെഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള നോഡിനെയാണല്ലോ നമ്മൾ ഫസ്റ്റ് നോഡായിട്ട് പരിഗണിക്കുക. ഈ ഹെഡ് കഴിഞ്ഞിട്ട് വരുന്ന ഈ വഴിയിലൂടെ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക, എനിക്ക് ഇൻസേർട്ട് ചെയ്യാൻ അഥവാ പുഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഒരു പുതിയ ഐറ്റത്തിനെ പുഷ് ചെയ്യണം. പുതിയ ഐറ്റത്തിനെ പുഷ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? ആദ്യം ഒരു പുതിയ നോഡിനെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അതിനെ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങണമായിരുന്നു. ആ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫങ്ഷൻ ആയിരുന്നു ഗെറ്റ് നോഡ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ. അത് നമുക്ക് ഇഷ്ടമുള്ളൊരു പേരിൽ കൊണ്ടുപോയി എഴുതി വെച്ചു, ടെംപ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താ അതിൻ്റെ മീനിങ്? ഞാനൊരു പുതിയ നോഡിനെ റിക്വസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു. ആ നോഡിന് ഞാൻ എന്ത് പേരിട്ടു? ടെംപ് എന്ന് പറഞ്ഞൊരു പേരിട്ടു. ഇനി ഇതിലുള്ള ഞാൻ ലിങ്ക്ഡ് ലിസ്റ്റ് ഓൾറെഡി അറിയാം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ക്ലാസ് എടുക്കുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു നോഡിന് 2 പാർട്ടാണ് ഉണ്ടാവുക. ആദ്യത്തെ പാർട്ട് ഡാറ്റ പാർട്ടും, രണ്ടാമത്തെ പാർട്ട് അഡ്രസ് പാർട്ടും. അത് തൊട്ടടുത്ത നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അതിനെപ്പറ്റി നമ്മൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ടെംപ് ഈക്വൽ ടു ഗെറ്റ് നോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഗെറ്റ് നോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പുതിയ നോഡ് കിട്ടി. ആ നോഡിന് ഞാൻ ടെംപ് എന്ന് പറഞ്ഞൊരു പേരിട്ടു. ഇനി ആ ടെംപിലേക്ക് എനിക്ക് ഇഷ്ടമുള്ള ഡാറ്റേനെ സ്റ്റോർ ചെയ്യാം. സപ്പോസ് ഞാൻ സ്റ്റോർ ചെയ്ത ഡാറ്റ എന്ന് പറയുന്നത് 9 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ടെംപിൽ ആരുണ്ട്? 9 ഉണ്ട്. ഓക്കെ, ഇത്രയും ഞാൻ ചെയ്ത് കഴിഞ്ഞു പുഷ് ചെയ്യാൻ. ഇനി 2 കേസുകൾ ഉണ്ടാവാം. ഒന്നാമത്തെ കേസ്, ഒരു എംറ്റി ആയിട്ട് സ്റ്റാക്ക് എംറ്റി ആണെന്ന് വിചാരിക്കുക. സ്റ്റാക്ക് എംറ്റി ആകുന്നൊരു സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്യണം? ഇയാളെ ഇൻസേർട്ട് ചെയ്യണം. ആദ്യം തന്നെ പറയാം, നമ്മൾ അറേ ഉപയോഗിച്ച സമയത്ത്, ഇൻസേർഷൻ്റെ സമയത്ത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന കാര്യം ഓവർഫ്ലോ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാക്കിൻ്റെ സൈസ് ഫുള്ളാണെങ്കിൽ ഓവർഫ്ലോ ഉണ്ടാവും, അത് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതൊരിക്കലും എവിടെ നോക്കേണ്ടി വരില്ല? ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നോക്കേണ്ടി വരില്ല. ബിക്കോസ് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചറാണ്. അതിനൊരു ഫിക്സ്ഡ് സൈസൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവശ്യമുള്ള നോഡിനെ ആഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇവിടെ എന്ത് നോക്കേണ്ട ആവശ്യമില്ല? ഓവർഫ്ലോ കണ്ടീഷൻ ഒരിക്കലും ഇവിടെ നോക്കേണ്ട ആവശ്യം ഇല്ല. അറേ പോലെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഓവർഫ്ലോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ 2 കേസുകൾ ഉണ്ടാവാം. ഒന്ന്, എംറ്റി ആയിട്ടുള്ള ഒരു സ്റ്റാക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതുതായിട്ടൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതുതായിട്ടൊരു ഐറ്റത്തിനെ നമ്മൾ പുഷ് ചെയ്യുന്നു. അതല്ലെങ്കിൽ എംറ്റി ഒന്നും അല്ലാത്ത ഒരു സ്റ്റാക്കിലേക്ക് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടെ നമ്മളൊരാളെ പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് എംറ്റി ആയിട്ടുള്ളൊരു സ്റ്റാക്ക് എങ്ങനെ ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ആദ്യത്തെ നോഡിനെ നമ്മൾ ഹെഡ് നോഡ് എന്നാണ് വിളിക്കുക. ഹെഡ് നോഡിൻ്റെ ഡാറ്റ പാർട്ട് എപ്പോഴും നള്ളായിരിക്കും. ഇവിടെ ഞാൻ വരച്ച ഹെഡ് നോഡിൻ്റെ ഡാറ്റ പാർട്ടും ലിങ്ക് പാർട്ടും രണ്ടും നള്ളാക്കിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? വരച്ച് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താ? തൊട്ടിപ്പുറത്ത് ഒരൊറ്റ നോഡുമില്ല. തൊട്ടിപ്പുറത്ത് ഒരു നോഡ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ ആ നോഡിൻ്റെ അഡ്രസ്സിന് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. തൊട്ടിപ്പുറത്ത് ഒറ്റ നോഡും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അഡ്രസ്സിന് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസാണെന്ന് വിചാരിക്കുക. ആരുമില്ലെങ്കിൽ ഞാനിവിടെ എങ്ങനെ ഇൻസേർട്ട് ചെയ്യണം? അപ്പോൾ ഞാൻ കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇവിടെ ടോപ്പ് നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല, ടോപ്പ് കാണുന്നില്ല. ടോപ്പ് കാണുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ടോപ്പ് നള്ളാണ് എന്നുള്ളതായിരിക്കണം എൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഞാൻ കണ്ടീഷൻ എഴുതുകയാണ്, ഇഫ് ടോപ്പ് ഈക്വൽ ടു നൾ. ടോപ്പ് ഇവിടെ ഇല്ല. നള്ളിന് പകരം വേണമെങ്കിൽ -1 എന്ന് എഴുതാം, അതും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ടോപ്പ് ഈക്വൽ ടു നള്ളാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ പുതിയ നോഡിനെ, അതായത് ഞാൻ തൊട്ട് മുന്നേ വാങ്ങി വെച്ച ടെംപ് എന്ന് പറഞ്ഞൊരു നോഡിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് വേണം ഞാൻ ഇൻസേർട്ട് ചെയ്യാൻ. ഓക്കെ ആണല്ലോ? ഇതിന് അഡ്രസ്സ് 100ഉം ഇതിന് അഡ്രസ്സ് 200ഉം ആണെന്ന് വിചാരിക്കും. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്യണം.
അങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഈ ഹെഡിൻ്റെ ലിങ്ക് പോർഷനിലാണ് ആര് വരേണ്ടത്? 200 വരേണ്ടത്. ഇങ്ങനെയല്ലേ ഒരു കണക്ഷൻ വരേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ എഴുതണം? ഹെഡിൻ്റെ ലിങ്കിലേക്ക് ആര് വരണം? ടെമ്പ് വരണം. സോ ടെമ്പ് വന്നു. അതായത് ഇവിടെയുള്ള നള്ള് പോയിട്ട് അവിടത്തേക്ക് ആര് വന്നു? 200 വന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ചെയ്യണോ? ഞാൻ ടെമ്പിൻ്റെ ലിങ്ക് പോർഷൻ നള്ളാക്കി മാറ്റണ്ടേ? മാറ്റണം. സോ ഞാൻ അത് എഴുതുകയാണ്. ടെമ്പിൻ്റെ ലിങ്ക് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞ് ഞാൻ മാറ്റി. ഓക്കെ, ഇനി ഇപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഇത് എം ടി ആയിട്ട് നിൽക്കുന്ന ആളാണോ? അല്ല. ഈ ടമ്പ് ഒരാളെ ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, അയാളാണ് ടമ്പ്. അപ്പം എൻ്റെ ടോപ്പ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത് ഇപ്പോൾ എവിടത്തേക്കായിരിക്കും? ടമ്പിലേക്കായിരിക്കും അല്ലേ? ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആരെയാണോ ഇൻസേർട്ട് ചെയ്തത് അവിടത്തേക്കാണ് ടോപ്പ് പോയിൻ്റ് ചെയ്യാന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ ടോപ്പ് ആരാ? എൻ്റെ ടമ്പായിരിക്കും. ഇതാണ് എൻ്റെ ഒന്നാമത്തെ കേസ്. ഒരു എം ടി ആയിട്ടുള്ള ഒരു സ്റ്റാക്കിലേക്ക് ഞാൻ പുതുതായിട്ടൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. അതാണ് ഇത് ഞാൻ എഴുതിയിട്ടുള്ളത്. ഞാൻ എൻ്റെ രണ്ടാമത്തെ കേസ് പറഞ്ഞു. ഇതവിടെ വിട്ടോ കേട്ടോ, ഇത് തലയിൽ വെച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത്. ഇതൊരു ഒന്നാമത്തെ കേസ്, അത് ഞാൻ പറഞ്ഞു, അത് നമ്മളിവിടെ എഴുതി. ഇനി ഇങ്ങനെ അല്ല എൻ്റെ കേസ് എന്ന് വിചാരിക്കുക. ഒന്നിൽ കൂടുതൽ നോഡുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഒരു ഹെഡ് നോഡ് ഉണ്ട്, അതല്ലാണ്ട് വേറെ 2 നോഡുകൾ ഓൾറെഡി ഉണ്ട്. എനിക്ക് ഇതിലാണ് കൊണ്ടുപോയിട്ട് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. ഇനി ഞാൻ പറഞ്ഞു ഇൻസേർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ടോപ്പ് വഴി മാത്രമേ ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ടോപ്പ് ഇപ്പോൾ എവിടെയാണ്? ഹെഡ് കഴിഞ്ഞ് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെയാണ് ഞാൻ എന്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ടോപ്പ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്കിതാ ഇവിടെ ആയിട്ടാണ് ആരെ ഇൻസേർട്ട് ചെയ്യേണ്ടത്? ടമ്പിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്. തൊട്ട് മുകളിൽ ഇൻസേർട്ട് ചെയ്തു പോയല്ലോ എന്നൊന്നും ആലോചിക്കരുതേ. അത് ഇഫാണ്. ഞാനിപ്പം പറയാൻ പോകുന്നത് എൽസാണ്. ഇഫ് എൽസ് നമ്മൾ പഠിച്ചപ്പോൾ ഒന്നിക്കെങ്കിൽ ഇഫ് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആര് വർക്ക് ചെയ്യുന്നു? എൽസ് വർക്ക് ചെയ്യുന്നു എന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് വേണം വരേണ്ടത്. ഇതെന്ത് തന്നെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് പഠിക്കുന്ന സമയത്ത് പിന്നെ ഇൻസേർഷൻ ഇൻ ബിഗിനിങ് പഠിച്ചില്ല, സെയിം സാധനമാണ്. ഈ സാധനം എനിക്കിവിടെ വരണം. ഓക്കെ, ഇങ്ങനെ വരണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്? ഞാൻ ആദ്യം ഈ ടോപ്പിന് ഒരു പേര് കൊടുക്കുകയാണ്. ആ ടോപ്പിന് ഞാൻ കൊടുക്കാൻ പോകുന്ന പേര് PTR എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം എഴുതാൻ പോവാണ് PTR ഈക്വൽ ടു ടോപ്പ്. അപ്പം ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ആരാണോ ഇപ്പം ടോപ്പ് അയാളെ ഞാൻ എന്ത് വിളിക്കുന്നു? PTR എന്ന് വിളിക്കുന്നു. ഇനി ഹെഡ് കഴിഞ്ഞെടുത്താണല്ലോ ഈ ടമ്പിനെ കൊണ്ടുവന്ന് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ടമ്പിൻ്റെ അഡ്രസ്സ് ഒരു 600 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? ഇവിടുന്ന് ഇങ്ങനെ ഒരു കണക്ഷൻ പോവും, അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊരു കണക്ഷൻ വരും. ഇങ്ങനെയല്ലേ വരിക? അപ്പോൾ ഈ 200 ഉള്ളിടത്തേക്ക് ആര് വരണം? 600 വരണ്ടേ? 200 ഉള്ളിടത്ത് ആര് വരണം? 600 വരികയാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹെഡിൻ്റെ ലിങ്കിലേക്ക് ആര് വരണം? ടമ്പ് വരണം. ഞാൻ എഴുതുകയാണ് ഹെഡിൻ്റെ ലിങ്ക് ഈക്വൽ ടു ആര്? ടെമ്പ്. ഓക്കെ, ടെമ്പ് വന്നു. അപ്പോൾ ഇങ്ങനൊരു കണക്ഷൻ വന്നു. ഇത് ഓട്ടോമാറ്റിക്കലി എവിടെ നിന്ന് പോയി? ഇങ്ങനെ ഒരു കണക്ഷൻ വന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ടെമ്പിൻ്റെ ലിങ്കിലേക്ക് ആര് വരണം? 200 വരണം. എന്ന് പറഞ്ഞാൽ ടെമ്പിൻ്റെ ലിങ്കിലേക്ക് ടോപ്പ് വരണമെന്ന് നമ്മൾ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ എന്ത് പേര് കൊടുത്തത്? ടോപ്പിന് PTR എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തത്. അപ്പം ടെമ്പിൻ്റെ ലിങ്കിലേക്ക് PTR വരണം. ടെമ്പിൻ്റെ ലിങ്കിലേക്ക് ആര് വന്നു? PTR വന്നു. ഓക്കെ, നമ്മൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നോക്കിക്കേ, ഇപ്പോഴത്തെ എൻ്റെ പുതിയ ടോപ്പ് ആരാ? 200 നിൽക്കുന്ന ആളാണോ പുതിയ ടോപ്പ്? അല്ലല്ലോ. ഹെഡ് കഴിഞ്ഞ് തൊട്ടടുത്തുള്ള ആളെ ടോപ്പ് എന്ന് വിളിക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ ടോപ്പ് ആരാ? ടെമ്പല്ലേ. അപ്പം ഞാൻ എന്ത് പറയണം? ടോപ്പ് ഈക്വൽ ടു ടെമ്പ് എന്ന് പറയണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇതാണ് എൻ്റെ രണ്ടാമത്തെ കേസ്. ഒന്നും കൂടെ ഞാൻ പറയാം. ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റാക്കിനെ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിലുള്ള പുഷ് മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. സോ നമുക്ക് പുതുതായിട്ടൊരു നോഡ് കിട്ടണമെങ്കിൽ ഞാൻ അതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആയിരുന്നു ഗെറ്റ് നോഡ്. ഗെറ്റ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഒരു നോഡ് കിട്ടി. ആ നോഡിന് എനിക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. സോ ഞാൻ അദ്ദേഹത്തെ ടമ്പ് എന്ന് വിളിച്ചു. ആ ടമ്പിൽ ഡാറ്റ പാർട്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം. സോ ഞാൻ അതിലേക്ക് 9 സെറ്റ് ചെയ്തു. ഇനി 2 കേസുകൾ വരാം. ഒന്ന്, എം ടി ആയിട്ടുള്ള ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് നമ്മളൊരു പുതിയ നോഡിനെ പുഷ് ചെയ്യുന്നു എന്നുള്ളൊരു കേസ്. അങ്ങനെയാണെങ്കിൽ ടോപ്പ് നള്ളായിരിക്കും. ഹെഡിൻ്റെ ലിങ്കിലേക്ക് ആ പുതിയ ആളുടെ പേര് ടെമ്പ്. ടെമ്പിൻ്റെ ലിങ്ക് നള്ളാക്കുകയും ഇൻസേർട്ട് ചെയ്ത ടമ്പിനെ ഞാൻ ടോപ്പ് എന്ന് വിളിക്കുകയും ചെയ്തു.
ഇതാണ് എൻ്റെ ഒന്നാമത്തെ കേസ്. ഈ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടി ഒന്നും അല്ല, ഓൾറെഡി ഒന്നിൽ കൂടുതൽ നോഡുകൾ അവിടെ ഉണ്ട്. ആ നോഡിനെ ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്തത് ആരെയാണോ അയാളെയാണ് ഞാൻ ടോപ്പ് എന്ന് വിളിക്കുന്നത്. ആ സ്റ്റാക്ക് ഉപയോഗിച്ചിട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് എപ്പോഴും ടോപ്പ് വഴിയോ ഒരു എൻഡ് വഴി മാത്രമേ നടക്കുള്ളൂ. സോ ഹെഡ് കഴിഞ്ഞിട്ടുള്ള എൻഡ് വഴിയാണ് ഞാൻ ഹെഡ് വഴി അല്ലെങ്കിൽ ഹെഡ് കഴിഞ്ഞിട്ടുള്ള ആൾ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം 8നെ ഇൻസേർട്ട് ചെയ്തു, ഓക്കെ. അതിനുശേഷം ഞാൻ 5നെ ഇൻസേർട്ട് ചെയ്തു, അതുകൊണ്ട് ഇതിനെ ടോപ്പ് എന്ന് വിളിച്ചു. ഇനി ഞാൻ ഇൻസേർട്ട് ചെയ്തത് 5ൻ്റെ മുന്നിലായിട്ടും ഹെഡിൻ്റെ പിറകിലുമായിട്ട്, അതായത് ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യേണ്ടത്. സോ അയാളെ ഞാൻ ടമ്പെന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം എല്ലാം ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചെയ്യേണ്ടത് നിലവിലുള്ള ടോപ്പിന് ഞാൻ എനിക്കിഷ്ടമുള്ളൊരു പേര് കൊടുത്തു. ഞാൻ PTR എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ഇനി ഞാനിതാ ഈ രീതിയിൽ കണക്ഷൻ കൊടുക്കണം. സോ ഹെഡിൻ്റെ ലിങ്കിലേക്ക് ടമ്പ് വരണം. സോ ഞാനത് എഴുതി. ഇനി ടമ്പിൻ്റെ ലിങ്കിലേക്ക് PTR വരണം. ഞാനത് എഴുതി. അത് എഴുതിയപ്പോൾ കണക്ഷൻ ഇങ്ങനെ വന്നു. പക്ഷേ ഇപ്പോഴും ടോപ്പ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത് എവിടത്തേക്ക് തന്നെയാണ്? 200ലേക്കാണ്. അത് ഞാൻ മാറ്റി എഴുതണം. സോ അതിനാണ് ഞാൻ എന്ത് എഴുതിയിട്ടുള്ളത്? ടോപ്പ് ഈക്വൽ ടു ടമ്പ് എന്ന് എഴുതിയിട്ടുള്ളത്. ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് സ്റ്റാക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ പുഷിൻ്റെ അൽഗോരിതം.